10 മണിക്കല്ലേ? പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആശങ്കകളുടെ പ്രതികരണമായിട്ടാണ് ഫിലിമിനെ കാണുന്നത്. നമ്മുടെ
അത് സംസാരിക്കുന്ന വിഷയം തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്തോ എനിക്ക് വളരെ സന്തോഷം ഇത് പറഞ്ഞില്ലേ സത്യം ഒരു പുരുഷന്റെ ഒരുപാട് കൈയടി വീണ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ അതിന്റെ ഒരു മെസ്സേജ് ആയിട്ടൊന്നും അല്ല, എങ്കിലും സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സേതു പറഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും സംസാരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധ വേണമെന്ന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടുണ്ട്. നോക്കാം. താങ്ക് യു. അവളെ ദർശനം ഇതിനിടയ്ക്ക് കേട്ടോ എനിക്കറിയില്ല, കണ്ടു നോക്കിയിട്ട് പറയാം. പ്രേക്ഷകരോട് കണ്ടപ്പോൾ പല സ്ഥലങ്ങളിൽ ആളുകൾ കൈയടിക്കുന്ന കണ്ടപ്പോൾ ഇതൊക്കെ സംസാരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയും. ഹലോ ഹലോ ഇതാണ് സംവിധായകൻ ചോദിച്ചോ. എന്താണ് കണ്ടിട്ട് അഭിപ്രായം ഒന്നും പറയാനില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. പുരുഷന്മാരും കുറച്ച് വിഷമിക്കുന്നുണ്ട്. ആ ഒരു വർഗത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും പടം ചൂസ് ചെയ്യാൻ കാരണം എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ എല്ലാവരും നമ്മൾ സിനിമ എഴുതുന്നതും കഥകൾ കാണുന്നതും ഒക്കെ ആ എന്താ പറയുക നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ്. അപ്പം അതായിരിക്കും അഭിപ്രായം. ഓക്കെ, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഫൈനലി ഇപ്പോൾ സിനിമ എത്തിയിരിക്കുന്നത്. അപ്പോൾ വന്ന മെസ്സേജ് ഭയങ്കര ഗംഭീരമായിട്ട്, ക്ലാസിക്കയുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. എന്തായിരുന്നു മൊത്തത്തിൽ ഇതുവരെ ട്രാവലിനെ? അല്ല, ഞങ്ങൾക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് സത്യമായിരുന്നു. എന്താ പറയുക, നമ്മളത് ചെയ്തിട്ടില്ല. അപ്പം അത് സത്യമായി. അത് ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിലും അനുകൂലം വിജയിക്കും. അപ്പം സന്തോഷം. എല്ലാവരും കാണുക, എല്ലാവരിലേക്കും അറിയിക്കുക. നിങ്ങൾ കണ്ടറിയുമ്പോൾ അതുപോലെ കണ്ടറിയും. എന്താണ് ഇത് ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത തന്നെയാണ് ഇത് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയത്. ഇങ്ങനെയുള്ള അല്ലെ ഈ ടോപ്പിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഇതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കുറേ ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അവർ കോടതി കയറി നടക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. രണ്ട് പക്ഷം പറയുമല്ല, ഉറപ്പായിട്ടും ഒരു പ്രശ്നം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഓക്കെ, ബാക്കി നിങ്ങൾ പറയും. ഞാനൊക്കെ പോകണം. നോക്കണ്ട തള്ളല്. വണ്ടി കയറി ഒരു കാര്യമല്ലോ. താങ്ക് യു. അപ്പൊ ശരി, ബൈ, കാണാം. ബൈ 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 ബൈ.